ഒന്നാം സ്ഥാനക്കാരോടും രണ്ടാം സ്ഥാനക്കാരോടും പരാജയമാണെങ്കിൽ മൂന്നാം സ്ഥാനക്കാരോട് സമനിലയാണ് ഗൈസ്. കുറച്ച് ആശ്വസിക്കാം. ഈ ഒരു മത്സരത്തെ പറ്റിയിട്ട് വലിയ രീതിയിലുള്ള വീഡിയോ ഒന്നും ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച് നിന്ന ഒരു അവസരത്തിലാണ് മത്സരത്തിലെ കുറച്ച് മൊമെൻറ്റുകളും അതുപോലെ തന്നെ കുറച്ച് പ്ലേയേഴ്സിൻ്റെ കാര്യങ്ങളും എടുത്തു പറയാനായിട്ട് തോന്നുന്നത്. മത്സരത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ജംഷഡ്പൂർ FC ആയാലും കേരള ബ്ലാസ്റ്റേഴ്സ് FC ആയാലും ഒരു സെയിം സ്ക്വാഡ്, അതായത് ഒരു സെയിം ലൈനപ്പ് കൊണ്ടാണ് പുറത്തേക്ക് വരുന്നത്. 4-2-3-1 എന്ന് പറയുന്ന ഒരു ലൈനപ്പ് ആയിട്ടാണ് രണ്ട് ടീമുകളും വരുന്നത്. 20 മിനിറ്റ് വരെ ഒരു ബെസ്റ്റ് അറ്റാക്ക് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ലൈനപ്പിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കാരണം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു, കഴിഞ്ഞ മത്സരത്തിലെ ആ ഒരു ലൈനപ്പായിട്ട് വരികയാണെങ്കിൽ ഒരു അറ്റാക്ക് പോലും നമുക്ക് നെയ്തെടുക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളത്. അപ്പോൾ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു നിമിഷത്തിലൊക്കെ ചാൻസുകളുണ്ട്. ബട്ട് എനിക്ക് തോന്നുന്നു ജംഷഡ്പൂർ FCയുടെ ആ ഒരു ഡിഫൻസ് വളരെ സ്ട്രോങ് ആയതുകൊണ്ട് മാത്രമാണ് നമുക്ക് അങ്ങനത്തെ ഒരു ചാൻസുകൾ ഗോളാക്കി മാറ്റാനായിട്ട് സാധിക്കാത്തത്. ഇപ്പോൾ യൊഹേബ മേത്തായിനൊക്കെ നമ്മൾ ഫസ്റ്റ് 11-ൽ, അതായത് സ്റ്റാർട്ടിംഗ് 11-ൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ ഒരു വലിയ കാര്യം തന്നെയാണ്. കാരണം അടുത്ത സീസണിൽ എങ്ങനെയാണ് ആ പ്ലേയേഴ്സിനെ ഇറക്കേണ്ടത് എന്ന് പറയുന്ന ആ ഒരു ദൃശ്യമൊക്കെ നമുക്ക് കണ്ടറിഞ്ഞ് കാണാലോ എന്നുള്ളത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഐമൻ്റെ കടന്നുവരവാണ് കഴിഞ്ഞ മത്സരത്തിലും ഈ മത്സരത്തിലും എല്ലാം തന്നെ ഈ ഓരോ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും പ്രതീക്ഷ കൊടുക്കുന്നത്. ഓരോ മാച്ചിലും പൊളി നല്ല തീയായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് മുഹമ്മദ് ഐമൻ എന്ന് പറയുന്ന ആ ഒരു താരം. കാരണം ഡിഫൻസിനൊക്കെ ഇങ്ങനെ എടുത്തിടുന്ന ശൈലികളെ ഇപ്പോൾ നമ്മൾ യൊഹേബാൻ്റെ അടുത്തേക്ക് പോയാലും അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സെക്കൻഡ് ഹാഫിൽ കൊണ്ടുവന്നിട്ടുള്ള അമാവിയൻ്റെ അടുത്തേക്ക് പോയാലും ഇവർ രണ്ടുപേരായാലും ഒരു കോൺഫിഡൻസ് കുറവ് വലിയ വലിയ ഡിഫൻസിൻ്റെ മുമ്പിൽ നമ്മൾ കാണാറുണ്ട്. ബട്ട് ഐമൻ വാട്ട് എ പ്ലെയർ, അജാതി ഒരു കളിയാണ് ഈ മത്സരത്തിൽ കാഴ്ച വെച്ചിട്ടുള്ളത് എന്ന് തീർച്ചയായിട്ടും എടുത്തു പറയേണ്ടതുണ്ട്. 35-ാം മിനിറ്റിൽ കോറോസിങ്ങിൻ്റെ ഒരു ഒറ്റയാൻ ഗോള്, ആ പന്ത് എടുത്തിട്ട് ഒറ്റയ്ക്ക് മുന്നേറുന്നു. സ്റ്റീഫൻ എസെ ഉണ്ട്, ഉവൈസ് ഉണ്ട്, ക്രിക്കോവിച്ച് ഉണ്ട്, ഇങ്ങനെ വലിയ വലിയ താരങ്ങളായിട്ടുള്ള ഡിഫൻസ് അവിടെ ഉണ്ട്. അവരൊക്കെ മറികടന്നിട്ട് ഒരു കിൻഡൽ ഷോട്ട് അൽബിനോ ഗോമസിനെയും മറികടന്നിട്ട് അത് ഗോളാകുന്നു. അഭിമാനകരമായിട്ടുള്ളൊരു നിമിഷമായിരുന്നു. കാരണം ഒരു 18 വയസ്സുകാരനാണ് ഇങ്ങനെ ഒരു ഗോളൊക്കെ നേടുന്നത്. ഐമൻ അറ്റാക്കിംഗ് തേർഡിലേക്ക് പന്ത് കൊടുക്കുന്ന ആ ഒരു ശൈലിയൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഹീസസ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ കുറച്ചുകൂടെ ഗോൾ കണ്ടെത്താനായിട്ട് സാധിച്ചു. കാരണം ക്വാമി പെപ്പറെ ഞാൻ ഒരിക്കലും ക്വാമി പെപ്പർ ഒരു നല്ല സ്ട്രൈക്കർ അല്ല എന്നൊന്നല്ല പറയുന്നത്. ബട്ട് നമുക്കൊരിക്കലും ഒരു സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്ട്രൈക്കർ അല്ല ക്വാമി പെപ്പറ. പുള്ളിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിഫൻസ് നിരയിലേക്കും ഇറങ്ങി കളിച്ച് നല്ല രീതിയിൽ എല്ലാ ഭാഗത്തും ഹാർഡ് വർക്ക് ഇട്ട് കളിക്കുന്ന ഒരു പ്ലെയറാണ് പെപ്ര. പക്ഷേ ഹീസസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഏൽപ്പിച്ചിട്ടുള്ള ജോലി എന്താണോ അത് മനോഹരമായിട്ട് അദ്ദേഹത്തിന് പന്തെത്തിച്ച് കൊടുത്ത് അദ്ദേഹം ചെയ്ത് കാണിച്ചു തരും. സോ ഈ മത്സരത്തിൽ ജീസസിൻ്റെ ഒരു കുറവ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ നോട്ട് ചെയ്ത് വെച്ചോളൂ. കാരണം അടുത്ത സീസണിൽ ഈ പ്ലേയേഴ്സൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ സോ നമുക്ക് നല്ല രീതിയിൽ ഫലപ്രദമാവും. കാരണം ഒരു സൈഡിൽ ഐമനും മറ്റൊരു സൈഡിൽ നോഹ സദോയും കൂടി വന്നു കഴിഞ്ഞാൽ രണ്ടുപേരും ഒരു സൈഡ് അല്ലാതെ കളിക്കാൻ വന്നു കഴിഞ്ഞാൽ ഈസസിന് ഗോൾ അടിക്കാനുള്ള സാധ്യതകൾ ഒരുപാട് കൂടുതലാണ് എന്നുള്ളതാണ്. പെപ്രയുടെ ആ ഒരു ഹാർഡ് വർക്കിങ് നമ്മൾ എടുത്തു പറയണം എന്നുള്ള ഒരു കാര്യമുണ്ട്. പിന്നെ ഈ ഒരു മത്സരത്തിൽ എടുത്തു പറയേണ്ട മറ്റൊരു താരമാണ് വിപിൻ എന്ന് പറയുന്ന നമ്മുടെ വിപിൻ മോഹനൻ. വിപിൻ്റെ ചില ഷോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു, ഒരു ട്രിക്കി ഷോട്ട്. സോ അത് നിർഭാഗ്യം കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് ഗോളാക്കി മാറ്റാനായിട്ട് സാധിച്ചില്ല എന്ന് പറയുന്നതാണ്. പിന്നെ ഗോൾ കീപ്പറെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നോറാസ് ഫെർണാണ്ടസിനെ ഒരു ന്യൂ ട്രൈ ആണ്. അദ്ദേഹത്തിൻ്റെ ആദ്യമായിട്ടുള്ള ISL ഡെബ്യൂ മത്സരമാണ്. ആ ഒരു എക്സ്പീരിയൻസ് കുറവും കാര്യങ്ങളൊക്കെ മത്സരത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാലും ഒരു സ്റ്റാൻഡേർഡ് പെർഫോമൻസ് തന്നെ താരം കാഴ്ച വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഒരു ഡീസൻറ്റ് ഡിഫൻസ് ലൈനായിരുന്നു ഈ ഒരു മത്സരത്തിൻ്റെ 86 മിനിറ്റ് വരെ നമുക്ക് ഉണ്ടായിരുന്നത്. ബട്ട് ശ്രീകുട്ടൻ്റെ ഒരു ക്രോസ് വരുന്നു, മിലോസിൻ്റെ ഒരു നമുക്ക് ഭാഗ്യമില്ലായ്മ എന്ന് പറയില്ലേ, അത് മിലോസ് കാലെടുത്ത് വെക്കുന്നു, അത് ഗോളായി മാറുന്നു. സെൽഫ് ഗോളോടുകൂടി 1-1 എന്ന നിലയിൽ നമ്മൾ അടങ്ങി പോകുന്നു, സീസൺ കൈവിട്ട് പോകുന്നു എന്നുള്ളതാണ്. ഗുണയെ സംബന്ധിച്ചിടത്തോളം ഇരുഭാഗങ്ങളിലായിട്ട് എല്ലാ പാർശ്വങ്ങളായിട്ട് ഓടി നടക്കുന്ന ഒരു പാവം മനുഷ്യൻ, അത്രേ പറയാൻ പറ്റുള്ളൂ. കാരണം ആ പ്ലെയറിന് വേണ്ട രീതിയിലുള്ള സപ്പോർട്ടിങ് കൊടുക്കാനുള്ള പ്ലേയേഴ്സ് പോലും ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന് അവൈലബിൾ അല്ല എന്നുള്ളതാണ്. റഫറിങ്ങിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഗോൾ സെലിബ്രേഷൻ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു ലേറ്റ് ആയിട്ടുള്ള ഓഫ് സൈഡ് കോള്, അതുപോലെ ചില ഓഫ് സൈഡ് ഐമനാണ് തോന്നുന്നു വെറുതെ ഒരു ഓഫ് സൈഡ് വിളിക്കുന്നു. ചില ഫൗളുകളൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ജസ്റ്റ് അടിയിലൊന്ന് കമൻറ്റ് ചെയ്യുക. ഏതായാലും സീസൺ നഷ്ടപ്പെട്ടതിൽ ആഘോഷിക്കുക, അർമാദിക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതിരിക്കും ബൈ.